ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൂക്കട്ടപ്പഴത്തിൻ്റെ പൂവും അതിൻ്റെ ചെടിയും പരിചയപ്പെടുത്തി തരാം. ഇതൊരു വള്ളിച്ചെടിയാണ്. ഇറ്റ്സ് എ ക്രീപ്പർ ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ റൈപ്പ് ഫ്രൂട്ട് ആൻഡ് ഇൻ കേരള വി കോൾ ഇറ്റ് മൂക്കട്ടപ്പഴം. മൂക്കട്ടപ്പഴം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫണ്ണിയാണ്. അത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ലൈമി ആയിട്ടുള്ള ഒരു പൾപ്പ് കാണാൻ പറ്റും. ഇതൊരു പച്ച കളറിലെയാണ്, പച്ചയാണ്. ഓക്കെ, ഞാൻ എടുത്തത് താഴോട്ട് പോയി നോക്കട്ടെ. ഇതാണ്, നിങ്ങൾക്ക് കാണാം. ഇതാണിതിൻ്റെ. ഇത് പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ ഇരിക്കും, പക്ഷെ നല്ല മധുരമാണിതിന്. ചെറിയ ഫ്രൂട്ട്, നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഇതാണ് മൂക്കട്ടപ്പഴം. അതിൻ്റെ കളറും അതിൻ്റെ ഒരു സ്ലൈമി ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ മൂക്കട്ടപ്പഴം എന്ന് വിളിക്കുന്നത്. എനിക്കറിയില്ല ഇനി വാട്ട് അതർ പീപ്പിൾ കോൾ ഇറ്റ് ഇൻ അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. എനിവേ ദിസ് ഈസ് എ വെരി ടേസ്റ്റി ഫ്രൂട്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ വള്ളിച്ചെടികളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ഫ്രൂട്ടൊക്കെ പറിച്ച് തിന്നാറുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു തൊടിയിൽ നിന്നാണ്. ഇതാണ് അതിൻ്റെ ഒരു പൂവും. ഇതും ഏകദേശം പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവായിട്ട് വളരെ സിമിലറാണ്, പക്ഷെ കുറേ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരേ ഫാമിലിയാണോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു പഴുക്കുന്നതിന് മുമ്പുള്ള ഒരു ഫ്രൂട്ടാണ്. നല്ല രണ്ട് പഴുത്ത ഫ്രൂട്ടുണ്ട്. ഞാനതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് ഫ്രൂട്ട്. അതിൻ്റെ വള്ളിച്ചെടി അതൊരു ക്രീപ്പർ പോലെ ഏതിലേലും ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറിക്കൊണ്ടേയിരിക്കും. ഈ കാണുന്നത് ഒരു മരുന്ന് ചെടിയാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും. ഞാനും കണ്ടുപിടിക്കട്ടെ എന്താണെന്ന്. ഇവിടെ എല്ലാം ഉണ്ട് ധാരാളം. നമ്മുടെ മണിത്തക്കാളിയാണ്. നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട്. ആയുർവേദത്തിലൊക്കെ ഇത് വളരെ ഉപയോഗമുള്ളൊരു ചെടിയാണ്. നമുക്ക് തോരൻ വെച്ചോ പരിപ്പിനകത്തിട്ടോ ഒക്കെ കഴിക്കാം മണിത്തക്കാളി. ഇതിനെ മണിത്തക്കാളി എന്ന് വിളിക്കുന്നത് ഇതിനകത്ത് ഇതുപോലെ ചെറിയ മണിമണി പോലത്തെ ഒരു ഫ്രൂട്ട് ഉണ്ടാകും. ഇതിന് ഏകദേശം ടൊമാറ്റോയുടെ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടായിരിക്കാം മണിത്തക്കാളി എന്ന് വിളിക്കുന്നത്. ഇവിടെയും കുറച്ച് മൂക്കട്ടപ്പഴമുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമൊന്നും എനിക്കറിയില്ല. എന്നാലും നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത് മൂക്കട്ടപ്പഴത്തെക്കുറിച്ചും മണിത്തക്കാളിയെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.